ഹായ്, കെ പി സോഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. നമ്മൾ ഈ ജീവിതത്തിൽ ഏറ്റവും അധികം തവണ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഒന്നാവും 1-ാം തീയതി നമ്മൾ നന്നാവും എന്ന്. എല്ലാ 1-ാം തീയതി നമ്മളൊരു തീരുമാനിക്കും, വിഷുവിൻ്റെ അന്ന് തീരുമാനിക്കും, ക്രിസ്മസിൻ്റെ അന്ന് തീരുമാനിക്കും. പക്ഷേ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം നമ്മൾ ഈ പുതിയ ശീലങ്ങളൊക്കെ കൊണ്ട് നടക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ പഴയപടിയാകും. നിങ്ങൾ ഭൂരിഭാഗം പേർക്കും ഈ എക്സ്പീരിയൻസ് ഉണ്ടാകും. വലിയ വിപ്ലവമാകും അല്ലെങ്കിൽ വലിയ മാറ്റം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ വിചാരിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അതിഗംഭീരമായിട്ട് നമ്മൾ തുടങ്ങും. പക്ഷേ നിലനിർത്താൻ പറ്റില്ല. എവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. 2024 പുതിയൊരു കൊല്ലമാണ്. അപ്പോൾ ആ ഒരു പുതിയ കൊല്ലത്തിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാനിൽ നിൽക്കുകയായിരിക്കും. നമ്മൾ ഒരുപാട് ദുശ്ശീലങ്ങൾ നമ്മൾ നിർത്തും, ഒരുപാട് നല്ല ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരും. 2024 നമ്മൾ ജീവിതം അങ്ങ് മാറ്റി മറിക്കും എന്നൊക്കെ എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് നമ്മൾ പോവുക. ഇതിന് പിന്നെ മനഃശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ, അറിയാത്ത ഒരു മേഖലയിലേക്ക് നമ്മൾ പോകുമ്പോൾ 2 ആറ്റിറ്റ്യൂഡ് അവിടെ എടുക്കാൻ പറ്റും. ഒന്ന്, അൺസർട്ടൈനിറ്റിയെ ഒരു പേടിയോടുകൂടി നോക്കി കാണാൻ പറ്റും. രണ്ടാമത്തത് അതിനെ പ്രതീക്ഷയോടുകൂടി നോക്കി കാണാൻ പറ്റും. ഇത്തരം പുതുവത്സരം, അങ്ങനത്തെ പുതിയത് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെയൊക്കെ പ്രതീക്ഷയോടുകൂടി നോക്കി കാണാനാണ് നമുക്കിഷ്ടം. എന്നാൽ നേരെ മറിച്ച് ഭാവി അത് ലോങ് ടേമിൽ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ പേടിയോടുകൂടി നോക്കിക്കാണാൻ മനുഷ്യന് ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ പുതുവത്സരം അഥവാ പുതിയ കാലം, പുതിയൊരു തുടക്കം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണും. ആ പ്രതീക്ഷയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം മാറ്റങ്ങൾക്ക് വേണ്ടി അത്തരം അവസരങ്ങളെ സെലക്ട് ചെയ്യണം നമ്മളാണ്. അതുകൊണ്ടാണ് 1-ാം തീയതി നേരെയാവും എന്ന് വിചാരിക്കുന്നത്, തിങ്കളാഴ്ച നേരെയാകും എന്ന് വിചാരിക്കും. കാരണം അത് പുതിയൊരു പ്രതീക്ഷയോടുകൂടി, ഒരു എക്സ്പെക്റ്റേഷനോട്, ഒരു ഹോപ്പോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് നിലനിർത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അതിനെ എങ്ങനെയൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യണം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഈ 1-ാം തീയതി മാറ്റം വരുത്താൻ മാത്രമല്ല, പുതിയ ഏത് ശീലവും പുതിയ എന്ത് ഇമ്പ്രൂവ്മെൻറ്റും നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു പ്രോട്ടോക്കോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്ന്. ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാനിവിടെ ഒരു ഹോളിസ്റ്റിക്കായ അപ്രോച്ചാണ് കൊണ്ടുവരുന്നത്. അതായത് മൊത്തത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം എന്നതാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇത് ഇൻഡിവിജ്വലായ ശീലങ്ങളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് തീർച്ചയായിട്ടും ഫലം തരുന്നൊരു കാര്യമാണ്. കാരണം ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവൺ ആണ് ഈ മെത്തേഡ്. ഇവിടെ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം, നമ്മൾ ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ് പുതിയൊരു ശീലം ഉണ്ടാക്കുമ്പോൾ ആ ശീലത്തിന് വേണ്ടി മോട്ടിവേഷനെ ആശ്രയിക്കുന്നു എന്ന്. അതായത് ആ ശീലം നമ്മൾ നിലനിർത്താൻ നമ്മളൊന്ന് മോട്ടിവേറ്റഡ് ആവും, നമ്മളൊന്ന് ചാർജഡ് ആവാൻ നമ്മൾ കാത്തു നിൽക്കും. അങ്ങനെ കാത്തു നിൽക്കുന്നത് വലിയൊരു അബദ്ധമാണെന്നാണ്. കാരണം ഒരു ശീലം എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ ഉണ്ട്. ശീലം എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ശീലം. ആ ശീലത്തിൻ്റെ റിസൾട്ടാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ റിപ്പീറ്റേഷനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, സ്റ്റാർട്ടിങ്ങിലല്ല. നമ്മൾ സ്റ്റാർട്ടാക്കിയത് കൊണ്ടായില്ല, അതിനെ മുന്നോട്ട് ഓടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പുതിയ എന്ത് വ്യത്യാസം നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിലും ശരി, അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ മാറ്റത്തിന്, അഥവാ നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റമുണ്ടല്ലോ, ആ മാറ്റത്തിനെ ഒരു ശീലമാക്കി മാറ്റുക. ആ ശീലത്തിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുക. ആ റിപ്പീറ്റ് ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് മാറ്റത്തിലല്ല, ആ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന നടപടികൾ അഥവാ ആ ശീലങ്ങളിലാണ് എന്ന് സാരം. ഇതെങ്ങനെയാണ് ലളിതമായ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുകയാണ് എന്നും വൈകിയാണ് എഴുന്നേൽക്കുന്നത്, നാളെ മുതൽ അഥവാ നന്നായിട്ട് നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. 5 മണിക്ക് എഴുന്നേൽക്കാൻ, എല്ലാ ദിവസവും 7 മണിക്ക് എഴുന്നേൽക്കുന്ന നാളെ 5 മണിക്ക് എഴുന്നേൽക്കാൻ തീരുമാനിക്കുന്നു. 5 മണിക്ക് എഴുന്നേൽക്കണം എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റമാണ്. അതിന് വേണ്ടി അതൊരു ശീലമാക്കിയിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? പെട്ടെന്നൊരു ദിവസം 5 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങുക എന്നതാണ് സ്വാഭാവികമായും ആളുകൾ ചെയ്യാറുള്ളത്. ഇത് ഒരു അപ്രോച്ചാണ്. അല്ലാതെ ഇന്നൊരു ദിവസം 6:30 എഴുന്നേറ്റു, ഈ ഒരാഴ്ച അങ്ങനെ കൊണ്ടുപോയി, പിന്നീട് അത് 6 മണിക്ക് എഴുന്നേറ്റു, അങ്ങനെ ഒരാഴ്ച പോയി, അങ്ങനെ ഒരു മാസം കൊണ്ട് 4 ഘട്ടമായി ക്രമേണ അത് 5 മണിയിലേക്ക് എത്തിക്കുന്നതും ഒരു മെത്തേഡാണ്. പക്ഷേ ഈ 2 മെത്തേഡ് ചെയ്യുമ്പോഴും ആ മാറ്റത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് വരുമ്പോൾ അതൊരു ശീലമാക്കി മാറ്റാൻ നോക്കണം. എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേൽക്കുക എന്നത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ, ഇന്ന് നിങ്ങൾ ചെയ്തു, നാളെ മോട്ടിവേഷൻ ഇല്ല, അപ്പോൾ നാളെ നിങ്ങൾ ചെയ്തില്ല. അതാണ് ഭൂരിഭാഗം ആൾക്കാരുടെയും പ്രശ്നം. അപ്പോൾ അതൊരു ശീലമാക്കി മാറ്റാൻ അതിന് വേണ്ടി ഓർഗനൈസ് ചെയ്യണം. ഞാൻ പറയും ജീവിതത്തിൽ എല്ലാം സിസ്റ്റമൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന്.
നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്, നമ്മുടെ സമൂഹം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്, നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ബോധപൂർവം ഒരു എഫേർട്ട് എടുക്കാതെ റൺ ചെയ്യുന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് സെൽഫ് സഫീഷ്യൻ്റ് ആണ്, സെൽഫ് സസ്റ്റെയിൻഡ് ആണ് എന്ന് പറയും. അതായത് സ്വയം പര്യാപ്തമാണ്. നമ്മളൊരു ബോധപൂർവ്വം ഒരു എഫേർട്ട് അവിടെ എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ശീലങ്ങളെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഹാബിറ്റ്സിനെ അഥവാ നിങ്ങളുടെ ശീലങ്ങളെ സിസ്റ്റങ്ങളാക്കി മാറ്റുക. അപ്പോൾ എന്ത് ചെയ്യുക? എന്നും 5 മണിക്ക് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ 5 മണിക്ക് തന്നെ അലാറം വയ്ക്കുന്ന ഒരു ശീലമാക്കുക. 5 മണിക്ക് ശേഷം ഒരു 5 മിനിറ്റ് കൂടി കിടക്കാം എന്ന് വിചാരിക്കരുത്. 5 മണി എന്ന് പറഞ്ഞാൽ 5 മണി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ക്യൂസ് കൊടുക്കരുത്. കാരണം ഒരു വട്ടം ക്വിറ്റ് ചെയ്താൽ മതി, വീണ്ടും വീണ്ടും ക്വിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അങ്ങനെയാണ് സിസ്റ്റങ്ങളെ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നതാണ്. ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കണം, മനുഷ്യനൊരു സ്വഭാവം ഉണ്ടായി വരാൻ മിനിമം 21 ദിവസം എടുക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മിനിമമാണ് 21 ദിവസം. അതായത് നിങ്ങൾ 21 ദിവസം തുടർച്ചയായി സ്ട്രിക്റ്റായി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അതൊരു ശീലമായി മാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ ദുശ്ശീലങ്ങളൊക്കെ തിരിച്ചു വരുന്നത്. നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ അതൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ചുരുങ്ങിയ കാലമല്ല, 21 ദിവസമാണ് തുടർച്ചയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി ഇതിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം സ്കിപ്പായിപ്പോയി എന്ത് സംഭവിക്കും? നമുക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരാണ്, അബദ്ധങ്ങൾ പറ്റും. അപ്പോൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ടത് സ്കിപ്പായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഒന്നാമത് തൊട്ട് കൗണ്ട് ചെയ്യണം. അതായത് നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ എന്നും 5 മണിക്ക് എഴുന്നേൽക്കാൻ തീരുമാനിച്ചു. അതിന് ആദ്യത്തെ ഒരു 6 ദിവസം നമ്മൾ ചെയ്തു. 7ാമത്തെ ദിവസം ഞായറാഴ്ചയാണ് നമ്മൾ ചെയ്തില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ മടി പിടിച്ച് കിടന്നുറങ്ങി. പിന്നെ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിങ്കളാഴ്ച 1ാമത്തെ ദിവസമാണ്. വീണ്ടും 1 കൗണ്ട് ചെയ്യണം. അങ്ങനെ വീണ്ടും കൗണ്ട് ചെയ്ത് 21 എത്തണം. 21 ദിവസം ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പിന്തുടർന്നാൽ അത് നിങ്ങളുടെ ഹാബിറ്റായി, നിങ്ങളുടെ ശീലമായി, നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ഭാഗമായി. പിന്നെ നിങ്ങൾ ബോധപൂർവം ഒരു എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. അതങ്ങനെ തന്നെ മുന്നോട്ട് ഓടിക്കോളും. അങ്ങനെയാണ് നിങ്ങൾ ഹാബിറ്റ്സിനെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ക്യാരക്ടറിനെ സിസ്റ്റമൈസ് ചെയ്യേണ്ടത് എന്നതാണ്. ഇനി നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലെവലിൽ മാറ്റങ്ങൾ വരുത്താം, പ്രൊഫഷണൽ ലെവലിൽ മാറ്റങ്ങൾ വരുത്താം, ഫിനാൻഷ്യൽ ലെവലിൽ മാറ്റങ്ങൾ വരുത്താം, എഡ്യൂക്കേഷണൽ, സ്പിരിച്വൽ, അങ്ങനെ പല ലെവലിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇതിന് വേണ്ടി എന്ത് മെത്തേഡാണ് നിങ്ങളുടെ ടോട്ടലായ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഒരു അപ്ലൈ ചെയ്യാവുന്നൊരു മെത്തേഡ് നമുക്ക് പറയാം. നിങ്ങൾ ഇന്ന് ആ പൊസിഷനെ കുറിച്ചൊന്ന് ആലോചിക്കുക. അതായത് നിങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്, ഉദാഹരണം നിങ്ങളൊരു ജോലിക്കാരൻ, നിങ്ങളൊരു സ്ഥാപനത്തിൽ ജീവനക്കാരനാണ്. ആ ജീവനക്കാരനായിട്ട് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണോ ഇത് പോരാ, ഇത്ര ചെയ്താൽ പോരാ, ഒന്നുകൂടിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നത് ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, പക്ഷേ പലപ്പോഴും ഒരു ധാരണ ഉണ്ടാവില്ല എന്ത് ചെയ്യണമെന്ന്. അതിനൊരു ലളിതമായ വഴി പറയാം. നിങ്ങളുടെ റോൾ എന്താണ്? നിങ്ങൾ ആ സ്ഥാപനത്തിലെ ജീവനക്കാരനാണല്ലോ. നിങ്ങൾ ഇന്ന് രാജിവെക്കുകയാണ്. ഇന്ന് രാജിവെച്ച് പകരം അവിടെ പുതിയൊരാളെ നിയമിക്കുന്നു. സത്യമാണ്, നിങ്ങളുടെ സ്ഥാപന മേധാവി നിങ്ങൾക്കൊരു പ്രൊവിഷൻ തരികയാണ്. നിങ്ങൾ രാജിവെക്കുമ്പോൾ പകരം അവിടെ ഇരുത്താവുന്ന ഒരാളെ, അയാൾക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഒന്ന് കണ്ടുപിടിച്ച് തരൂ എന്ന് പറയാം. അതായത് നിങ്ങൾ ഇന്ന് രാജിവെക്കുമ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്ക് എന്തൊക്കെ ക്വാളിറ്റി വേണം എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു പേനയും പേപ്പർ എടുത്തൊന്ന് എഴുതി നോക്കുക. എന്തൊക്കെയായിരിക്കണം എനിക്ക് പകരം ഈ സീറ്റിൽ നാളെ ഒരാളെ ഇരുത്തുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് അയാൾക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റീസ് എന്ന് നോക്കുക. അത് എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ സ്വാഭാവികമായും ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അവിടെ ഇരിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കണമെന്ന് നിങ്ങൾക്ക് കിട്ടും. ആ പ്രത്യേകതകൾ എനിക്കുണ്ടോ എന്ന് നോക്കുക. ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡാണ്. വളരെ ബ്രൂട്ടലായിട്ട് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മളിതിൻ്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിരിക്കും പല കേസുകളും, പ്രത്യേകിച്ച് പേഴ്സണൽ ലെവലിൽ. അപ്പോൾ ആ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ ഞാൻ ഈ പുതിയ ഒരു ആളെ ഇവിടെ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു ഐഡിയൽ പേഴ്സണാലിറ്റി എന്തായിരിക്കും? ആ ഐഡിയൽ പേഴ്സണാലിറ്റിയിൽ എത്താൻ ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ നിങ്ങൾ ഈ ലെവലിൽ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ മാറ്റങ്ങൾ എളുപ്പം മനസ്സിലാവും. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആ സെൽഫിലേക്കുള്ള ദൂരം അവിടെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ആ ദൂരത്തിൽ എത്താനുള്ള വഴികളാണ് ആലോചിക്കേണ്ടത്. അവിടെ പല റൂട്ടുകളുണ്ട്. ഇത്തരം ഹാബിറ്റ്സിനെ സെറ്റ് ചെയ്യുക. എന്തൊക്കെ ശീലങ്ങൾ ഞാൻ കൊണ്ടുവരണം, എന്ത് മാറ്റം കൊണ്ടുവരണമെന്ന് മനസ്സിലായി, എന്ത് ശീലം കൊണ്ടുവരണമെന്ന് ചിന്തിക്കുക. ആ ശീലങ്ങൾക്കനുസരിച്ച് നടപടികൾ എടുക്കുക.
ആ നടപടികളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇങ്ങനെയാണ് ജീവിതത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കേണ്ടത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായാലും ഇത് വർക്കൗട്ടാകും എന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ലെവലിലുള്ള ചേഞ്ചസിന് ഇത് വർക്കൗട്ടാവും, പ്രൊഫഷണൽ ലെവലുള്ള ചേഞ്ചസിന് വർക്കൗട്ടാവും, ഫിനാൻഷ്യൽ ലെവലുള്ള ചേഞ്ചസിന് വർക്കൗട്ടാവും. അങ്ങനെ ഏതൊരു മേഖലയിൽ വേണമെങ്കിലും ഈ മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രിയപ്പെട്ട ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much.